നമ്മുടെ വചനം മത്തായി 6-ാം അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട വചനമാണ്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന, ഈശോയുടെ ഹൃദയം തന്നെയായത്. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ മിശിഹായ്ക്ക് സ്തുതി. എന്തോ ഒരു വലിയ രഹസ്യമാണിത്. ഈശോ പറഞ്ഞു, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പറയുന്ന വാക്ക് ദൈവവചനം മാത്രമല്ല, ഈശോ, അതായത് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വചനങ്ങളെക്കാളും ശ്രേഷ്ഠമായിട്ട് പഴയ നിയമത്തിൽ പ്രവാചകരിലൂടെ അത് പറഞ്ഞു. എന്താ വ്യത്യാസം? പ്രവാചകരിലൂടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛൻ നമ്മളുടെ വീട്ടിലേക്ക് കപ്പ്യാരെ അയച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം, പക്ഷേ നമ്മൾക്ക് അത്ര വലിയ താല്പര്യവും തോന്നില്ല. പിറ്റേ ദിവസം അച്ഛൻ നേരിട്ട് വരികയാണ്. അപ്പോൾ ദേ വികാരിച്ചൻ വരണ്ടിട്ടു, ദേ നീ മര്യാദയ്ക്ക് രസമൊക്കെ മാറി, മര്യാദയ്ക്ക് കണ്ടോ, കാര്യം മാറി എന്ന് പറഞ്ഞ മാതിരിയാ. ഇപ്പോൾ വികാരിച്ചൻ നേരിട്ട് വരികയാണ്. വികാരിച്ചനല്ല, ദൈവം നേരിട്ട് വരികയാണ്. ദൈവം പുത്രനായി നമ്മളിലേക്ക് നേരിട്ട് വരികയാണ്. എന്നാൽ ഈ ദൈവം തന്നെ പറഞ്ഞ വചനമാണ് പഴയ നിയമം മുഴുവനും. ആരിലൂടെ? കപ്പ്യാരിലൂടെ പറഞ്ഞു, പ്രവാചകരിലൂടെ പറഞ്ഞു, സന്ദേശവാഹകരിലൂടെ പറഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിൽ ഈശോ മനുഷ്യനായി നമ്മുടെ വീട്ടിൽ വരുന്നു, നമ്മുടെ ഹൃദയത്തിൽ വരുന്നു. ദൈവം വന്നിട്ട് നേരിട്ട് പറയണം. ചിലപ്പോൾ ഇനിയും അത് മനസ്സിലാവുന്നുണ്ടായിരിക്കാം. അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശരിക്ക് തുണയുണ്ടെങ്കിലേ ആ വ്യത്യാസം മനസ്സിലാവുള്ളൂ. പരിശുദ്ധാത്മാവാണ് ഇതിൻ്റെ എല്ലാം മുഖ്യ കാര്യസ്ഥൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രാർത്ഥനയുടെ വിസ്മയനീയതയാണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ചത് വിശുദ്ധ അഗസ്തീനോസ് പിതാവ് പറഞ്ഞ കുറേ കാര്യങ്ങളാണ്. അത് ഞാനിനി മുഴുവനും വീണ്ടും വായിക്കുന്നില്ല. എങ്കിലും അതിൻ്റെ അവസാനത്തെ ഒരു ഭാഗം വായിച്ചാലേ നമുക്ക് അതിനകത്ത് അങ്ങ് ഏച്ച് കെട്ടി നീങ്ങാൻ പറ്റുള്ളൂ. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവസാനമായി ദൈവത്തെ എൻ്റെ പിതാവേ എന്ന് വിളിച്ചവന് ആ പിതാവിൻ്റെ പുത്രനായിരിക്കാൻ തനിക്ക് യോഗ്യത ഉണ്ടായിരിക്കുമോ എന്ന ആകുലത അവൻ്റെ മനസ്സിലുണ്ടാകുന്നു. അതായത് നമ്മളെ ദൈവം പിതാവേ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചു, നമ്മളങ്ങ് പിതാവെന്ന് വിളിച്ചു. പക്ഷെ പെട്ടെന്ന് തോന്നാൻ, ദൈവമേ, ഈ അണ്ടകടാഹങ്ങളെ മെനഞ്ഞെടുത്ത ദൈവത്തെ എൻ്റെ പിതാവേ എന്ന് വിളിക്കാൻ, ആ പിതാവിൻ്റെ പുത്രനാകാൻ ഞാൻ യോഗ്യനാണോ? എൻ്റെ അവസ്ഥ എന്താ? ഞാനിപ്പോഴും വെറുപ്പും വിദ്വേഷവും കുശുമ്പും കുശായ്മയും ഒക്കെ എൻ്റെ അകത്തുണ്ട്. ഓ എൻ്റെ പിതാവേ കണ്ടോ. ശരിക്കും ഇപ്പോഴാണ് നമുക്ക് പശ്ചാത്താപം വരുന്നത്. ഒരു പശ്ചാത്താപം വരുന്നു അവിടെ തന്നെ. ഞാൻ അതിന് യോഗ്യനാണോ? അവിടെയാണ് ആ വിശുദ്ധിയുടെ പടകിലേക്ക് അങ്ങയുടെ നാമം പൂജിതമാകണമേ. നമ്മളിലേക്ക് വിശുദ്ധി വരുന്നത് നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടല്ല, അത് പിതാവിൻ്റെ ഇനിഷ്യേഷനാണ്. ഇപ്പോൾ നമ്മൾ പൊതുവായിട്ടൊരു ധാരണയാണ്, നീ വിശുദ്ധി ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിൻ്റെ അകത്ത് പ്രവർത്തിക്കില്ലോട്ട. പരിശുദ്ധാത്മാവ് വിശുദ്ധി ഉള്ളിടത്തേ പ്രവർത്തിക്കുള്ളൂ. നോക്കുമ്പോൾ ഒരു ഹ്യൂമൻ ലോജിക്ക് അനുസരിച്ച് വളരെ കറക്റ്റാണ്. പരിശുദ്ധാത്മാവ് വിശുദ്ധി ഉള്ളിടത്തല്ലേ വരുള്ളൂ. ഓക്കെ, എന്നാൽ ഇനി നമ്മൾ വിശുദ്ധി ഉണ്ടാക്കണേ എങ്ങനെയാണ്? പറയും, നീ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ച് വിശുദ്ധീകരിക്കും. ഇപ്പം ഇവിടെയാണ് നമുക്കുള്ള വലിയൊരു തെറ്റിദ്ധാരണ. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് വിശുദ്ധി ഉണ്ടാവുമോ? പറയും. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരാളുടെ ഒരു പ്രാർത്ഥന ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിശുദ്ധിയിലായിരുന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ നിങ്ങളിൽ പ്രവർത്തിക്കുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും വിശുദ്ധി ഉണ്ടാകുകയും വേണം.
പക്ഷേ വിശുദ്ധി ഉണ്ടായാലേ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ബോധ്യത്തിലൊരല്പം വ്യത്യാസം വരുത്താനുണ്ട്. പരിശുദ്ധാത്മാവാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. എന്തിനു പറയണു? സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കാൻ നമ്മുടെ അധരം തുറക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മൂലമാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മൾ വിളിക്കുന്നതെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് നമ്മളിൽ മുൻകൂട്ടി പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മൾ പാപിയായിരിക്കെ നമ്മളിൽ പ്രവർത്തിക്കുന്നു. എന്നാലല്ലേ നമുക്ക് പാപത്തിന് പശ്ചാത്താപം ഉണ്ടാകുള്ളൂ. പാപബോധവും പശ്ചാത്താപവും ഏകണമേ എന്ന് നമ്മൾ പാടാറുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഗാനത്തിൽ. അപ്പം അവസാനമായി ദൈവത്തെ എൻ്റെ പിതാവേ എന്ന് വിളിച്ചവന് ആ പിതാവിൻ്റെ പുത്രനായിരിക്കാൻ തനിക്ക് യോഗ്യത ഉണ്ടായിരിക്കുമോ എന്ന ആകുലത അവൻ്റെ മനസ്സിലുണ്ടാകുന്നു. ഇതുവഴി സമ്പന്നന്മാർക്കും കുലീനർക്കും മുന്നറിയിപ്പ് നൽകുന്നു. സമ്പന്നന്മാർക്കും കുലീനർക്കും മുന്നറിയിപ്പ് നൽകുന്നു. അവർ ക്രിസ്ത്യാനികളാകുമ്പോൾ ദരിദ്രരെ അഹങ്കാരത്തോടെ കാണരുത്. കാരണം ദരിദ്രരായി ജനിച്ചവരും ഞങ്ങളുടെ പിതാവേ എന്നാണ് ദൈവത്തെ വിളിക്കുന്നത്. ദരിദ്രരെ സഹോദരന്മാരായി കാണാത്തവർക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയാൻ കഴിയുകയില്ല. അപ്പോൾ ഇവിടെ എല്ലാ മനുഷ്യരും ദൈവപിതാവിൻ്റെ മക്കളാണെന്നും അവരെ ഈശോയുടെ സഹോദരന്മാരാണെന്നും നമ്മൾ പല പ്രാവശ്യം ആ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം ആ CCC നമ്പർ പറഞ്ഞിട്ടുണ്ട്, 469. ആ 469 ഡയറക്റ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ്, തൻ്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ വേർപെടുത്താൻ പറ്റാത്ത വിധം യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണ്. അതാണ് യേശുവിൻ്റെ മനുഷ്യത്വത്തെ നമ്മൾ മനസ്സിലാക്കണം. യേശുവിൻ്റെ മനുഷ്യത്വം, യേശു യഥാർത്ഥ മനുഷ്യനാണ്, നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണ്, നമ്മുടെ സ്വന്തം സഹോദരനെ പോലെ മനുഷ്യനുമാണെന്ന് സഭയേറ്റു പറയുന്നു. തൻ്റെ ദൈവത്വത്തിനും കർത്തൃത്വത്തിനും ഭംഗം വരാതെ, അതാണ് മനുഷ്യനും നമ്മുടെ സഹോദരനുമായി തീർന്നവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. ഇനി അത് മതി. ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾക്കുണ്ടാകേണ്ട അടിസ്ഥാനപരമായൊരു മാറ്റമാണ് സ്നേഹമുള്ളവരെ. ഇതൊരു വിപ്ലവാത്മകമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് ഇതാണ്. നമ്മുടെ ഇടവകയിൽ തന്നെ നോക്കൂ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മീറ്റിങ്ങിൽ നോക്കൂ, എന്തോ ഒരു വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളാണ്. വലിയ ധനവാന്മാരുണ്ട്, എന്നാൽ വളരെ ദരിദ്രരുമുണ്ട്. നമ്മളെല്ലാം ഒരുമിച്ച് പള്ളിയിൽ കുർബാന അർപ്പിക്കുന്നു, എല്ലാം അത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ അവരെ എല്ലാം, ഈശോ എല്ലാവരെയും ഒരു പക്ഷപാതവും കൂടാതെ സ്വീകരിക്കുന്നു എന്നതാണ്. ഒരു പക്ഷപാതവും കൂടാതെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ഉള്ളിലുണ്ടായിരിക്കേണ്ട ഈ മനോഭാവമാണ് ഒരു വൈഡ് ഹൊറൈസോൺ, ഒരു വിശാലമായ ഒരു ചക്രവാളം. എല്ലാ ജാതി മതസ്ഥർ, ഞാനിത് പറയുമ്പോഴെല്ലാം ഫ്രത്തേലി തൂത്തി ഇവിടെ ഇരിപ്പുണ്ട്. ഫ്രത്തേലി തൂത്തി അല്ല ഞാൻ എടുക്കണത്, കാരണം മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെ ഇതെല്ലാവർക്കും അറിയാം. എന്നാൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞതാണ് ഞാൻ എപ്പോഴും എടുത്ത് വായിക്കുന്നത്. 43-ാമത്തെ ഖണ്ഡികയിൽ രക്ഷകൻ്റെ മിഷൻ വിശ്വസാഹോദര്യത്തിനായി ക്രിസ്തുമതം വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. കാരണം സമസ്ത സ്ത്രീ പുരുഷന്മാരും ഏകപിതാവിൻ്റെ മക്കളും യേശുക്രിസ്തുവിൻ്റെ സഹോദരി സഹോദരന്മാരുമാണ്. 1990 ജോൺ പോൾ രണ്ടാമൻ എഴുതിയ ഒരു എൻസിക്ലിക്കലാണ്, വളരെ നിർണായകമായ ഒരു പ്രബോധനമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പും ഒരുപാട് മാർപ്പാപ്പന്മാർ പറയാറുള്ളതും സഭയുടെ ആദ്യം മുതലുള്ളതാണ്. ഈ അഗസ്തീനോസ് പിതാവ് പറയണത് 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ടിൽ പറയുന്ന കാര്യമല്ലേ. എന്തിനു പറയണു?
പരിശുദ്ധാത്മ നിവേശിതനായി ശിമയോൻ ജെറുസലേം ദേവാലയത്തിലേക്ക് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പറഞ്ഞത് എന്താ? ആ കുഞ്ഞിനെ കയ്യിലെടുത്തു. അപ്പോൾ ശിമയോനെ വളരെ ഗവേണിംഗ് ഫിഗറാണ് ശിമയോൻ. ശിമയോൻ ഒരു ഫരിസേയനാണ്, അല്ലെങ്കിൽ യഹൂദനാണ്. അപ്പോൾ ഞാൻ ആ ശിമയോൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒന്നുകൂടി ഞാൻ പറഞ്ഞോട്ടെ. വളരെ മാധുര്യമുള്ളൊരു കാര്യമാണത് പറയാൻ. കാരണം ഈ പഴയ നിയമം മുഴുവനും ആദ്യം എബ്രായ ഭാഷയിലായിരുന്നു. അതിൽ നിന്നും ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാൻ 70ഓളം വളരെ പ്രാഗൽഭ്യമുള്ള ഭാഷാ പണ്ഡിതന്മാരും അരൂപിയാൽ നിറഞ്ഞവരുമായ, അല്ലെങ്കിൽ വളരെ ആത്മീയമായ ഗുരുക്കന്മാരെ നിയോഗിച്ചു. ടോളമിയുടെ കാലത്താണ്, എംപറർ ടോളമിയുടെ കാലത്ത് നിയോഗിച്ചു ഈ വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. ആ ട്രാൻസ്ലേഷന് പറയുന്നത് സെപ്റ്റജിറ്റ് എന്നാണ് പറയുന്നത്. അത് റോമൻ 70 റോമനിൽ 70 എഴുതനാണ്. അതായത് വി പിന്നെ 2 ഇൻറ്റു അതാണ് 70. സെപ്റ്റജിറ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. സെപ്റ്റജിറ്റ് ആ ട്രാൻസ്ലേഷൻ, അതായത് 70 പണ്ഡിതന്മാരെ വെച്ച് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എല്ലാം ഒരുപോലെ ഇരിക്കണം ആ ട്രാൻസ്ലേഷൻ ഗ്രീക്കിലേക്ക്. അന്ന് ഈ ശിമയോൻ അതിനകത്തിലൊരാളായിരുന്നു. അപ്പോൾ യെശയ്യായുടെ ആ വചനം കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്നുള്ളത് എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് പണ്ഡിതനായ ശിമയോന് തോന്നി, കന്യക എങ്ങനെയാണ് ഗർഭം ധരിക്കണേ? അപ്പോൾ ഒരു യുവതി ഗർഭം ധരിച്ചു, ഒരു സ്ത്രീ ഗർഭം ധരിച്ചു എന്ന് എഴുതാൻ അദ്ദേഹം തുനിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിനോട് പറഞ്ഞു, അല്ല, സ്ത്രീ ഗർഭം ധരിച്ചു എന്നല്ല എഴുതേണ്ടത്, കന്യക ഗർഭം ധരിച്ചു എന്ന് തന്നെ എഴുതണം. നീ ആ ശിശുവിനെ കാണും, അത് കണ്ടിട്ടേ നീ മരിക്കുകയുള്ളൂ എന്ന്. ആ അർത്ഥത്തിലാണ് ശിമയോൻ പറയുന്നത്, ഇനി എനിക്ക് മരിക്കാം എന്ന് പറയണം. മനസ്സിലാവണം കേട്ടോ. അതുകൊണ്ട് ശിമയോൻ അതിനുശേഷം ഒരുപാട് നാൾ ജീവിച്ചു. അത് എക്സാക്റ്റ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല, നമ്മൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഒരുപാട് നാൾ കൂടുതൽ ജീവിച്ചു. ആ ശിമയോൻ കാത്തിരിക്കുകയാണ്, ദൈവമേ എപ്പോഴാണ് എന്നെ നീ വിടുക? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ മനോഹാരിത ഒന്ന് നോക്കിയേ. എന്നിട്ട് ആ കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ പരിശുദ്ധാത്മാവ് ശിമയോനോട് പറഞ്ഞു, ഇതാ അവിടെ വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആ ഭാഗം നോക്കൂ. എന്നിട്ട് നമ്മുടെ കാര്യം ഇതാണ്, ശിമയോൻ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട്, അപ്പോൾ ശിമയോൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധാത്മാവാണ്. അവിടെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. ഇതാരാണ് ഈ കുഞ്ഞ്, ആരാണ് ആ കന്യക എന്നത് പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്തു. പരിശുദ്ധാത്മാവ് ശിമയോനിലൂടെ സംസാരിച്ചു. കർത്താവേ, ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ, കാരണം ഇനി എനിക്ക് മരിക്കാം. എന്തെന്നാൽ ഇനി കണ്ടോ, അടുത്തതാണ്. ഇതാര് പറയണതാണ്? ഇത് ശിമയോൻ പറയണതാണോ അതേ പരിശുദ്ധാത്മാവ് പറയണതാണോ? സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിന് മഹിമയുമാണ്. 26 പറയാണ്, കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നത് വരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. കണ്ടോ, ആ പരിശുദ്ധാത്മാവാണ് ഇവിടെ പ്രഘോഷിക്കുന്നത് സകല ജനത്തിനും. അപ്പോൾ ഇത് ഞാൻ വീണ്ടും പറയുന്നത്, എന്തിനാണിത് പറയുന്നത്? സകല ജനങ്ങളും നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഒരു വലിയ വിശ്വാസം, നമ്മുടെ വിശ്വാസത്തിൻ്റെ കഴമ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഈ പിതാവ് ക്രിസ്ത്യാനികളുടെ പിതാവ് മാത്രമല്ല, സകല ജനതകളുടെയും പിതാവാണ്. ഈ പുത്രൻ ക്രിസ്ത്യാനികളുടെ രക്ഷകൻ മാത്രമല്ല, സകല ജനതകളുടെയും രക്ഷകനാണ്. വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും
അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയും. ഇതെല്ലാം സ്നേഹമുള്ളവരെ, ഞാൻ സുവിശേഷ വേല ആരംഭിക്കുമ്പോൾ എനിക്ക് കൃത്യമായി മനസ്സിലായത്. അതിൻ്റെ ഒരു കാരണം ഈ രക്ഷകൻ്റെ മിഷൻ, ഈ സഭയുടെ പ്രബോധനങ്ങൾ അന്നേ ഞാൻ പഠിച്ചു. ഞാനിതെല്ലാം പറയണത് ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ ഒരു സ്വർഗസ്ഥനായ പിതാവ് പോലും അതിലുണ്ടായിരിക്കേണ്ട കഴമ്പ് മനസ്സിലാക്കാത്ത അവസ്ഥയാണ്. ഞാനതാണ് പറയണത്. ഇതൊരു വിപ്ലവാത്മകമായ പ്രാർത്ഥനയാണ്. നിങ്ങൾ വിഷമിക്കണം, നമ്മളെല്ലാം വിഷമിക്കണം. ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളുടെ മക്കളെയും ഓർത്തു നിങ്ങൾ വിലപിക്കുവിൻ. ഇതെല്ലാം നമ്മൾ കുരിശിൻ്റെ വഴിയിൽ ഇങ്ങനെ പാടുന്നുണ്ട്. നമ്മളെ തന്നെ ഓർത്ത് വിലപിക്കൂ. നമ്മുടെ വിശ്വാസത്തിൻ്റെ പൊള്ളത്തരത്തെ മനസ്സിലാക്കൂ. നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവിനെ മനസ്സിലാക്കൂ. പൊള്ളത്തരം ഞാൻ പറഞ്ഞത് തെറ്റായിട്ട് പറയണതല്ല, അതിൻ്റെ കുറവ്. കർത്താവ് എൻ്റെ വിശ്വാസത്തിനെ കുറവ് പരിഹരിക്കണേ എന്ന് പറയണമെങ്കിൽ ആ കുറവ് നമ്മൾ മനസ്സിലാക്കണ കാര്യമാണ് ഇവിടെ വിശുദ്ധ അഗസ്തീനോസ് പറയണത്. അവസാനമായി ദൈവത്തെ എൻ്റെ പിതാവേ എന്ന് വിളിച്ചവന് ആ പിതാവിൻ്റെ പുത്രനായിരിക്കാൻ എനിക്ക് യോഗ്യതയുണ്ടോ എന്ന ആകുലത അവനെ മനസ്സിലാക്കുന്നു. ഇതുവഴി സമ്പന്നർക്കും കുലീനർക്കും എന്ന കാര്യമാണ് ഇവിടെ എഴുതിയിട്ടുള്ളൂ. എന്നാൽ അത് വെച്ച് നമ്മൾ മനസ്സിലാക്കണം, സമ്പന്നരും കുലീനരും മാത്രമല്ല എല്ലാ ജാതി മതസ്ഥരും അവർ ക്രിസ്ത്യാനികളാകുമ്പോൾ ദരിദ്രരായി ജനിച്ചവരും ഞങ്ങളുടെ പിതാവ് എന്നാണ് ദൈവത്തെ വിളിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ പെട്ടെന്ന് മാറ്റാൻ പറ്റും. എങ്ങനെ മാറ്റാം? നമ്മുടെ ഹൃദയത്തിൽ ഈ ബോധ്യമുണ്ടാകുക. നമ്മൾ അയിത്തം കൽപ്പിച്ചിരിക്കുന്നവരും നമ്മൾ വിജാതീയർ നമ്മൾ പറയാനേ പാടില്ല എന്ന് ഞാൻ പറയണത്. അവരും പിതാവിൻ്റെ മക്കളാണ്. നമ്മൾ ആക്രമികളാണെന്നും നമ്മളെ പീഡിപ്പിക്കുന്നവരാണെന്നും മറ്റു ജാതിക്കാരാണെന്നും എല്ലാം പറഞ്ഞു വയ്ക്കുന്നവരെല്ലാം പിതാവിൻ്റെ വാത്സല്യഭാചനങ്ങളാണെന്ന് ഒന്ന് സ്വീകരിച്ചുകൊണ്ടൊന്ന് സ്വർഗസ്ഥനായ പിതാവ് ഒന്ന് പ്രാർത്ഥിച്ചേ. ഇപ്പം തന്നെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണേ, ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. ഞങ്ങൾ ആരെയെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈശോയുടെ ഹൃദയത്തോട് ചേർന്നുകൊണ്ട്, അപ്പോൾ ആ തിരുഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും വലിയ പാപികളെയും തൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു, ഏറ്റവും മറ്റു ജാതിക്കാരെയും സ്വീകരിക്കുന്നു. അത് വിജാതീയർക്ക് വെളിപാടിൻ്റെ പ്രകാശം, സജാതീയർക്ക് മഹത്വം. അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് മനസ്സിൽ കണ്ടേ, എല്ലാ ജാതി മതസ്ഥരും നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ ഇന്നേ വരെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ അവരെ നമ്മളുമായിട്ട് കൂട്ടുകെട്ടാൻ പാടില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരഭിഷേകം ഉണ്ടാവില്ല. ഇപ്പോൾ ഒന്ന് തീരുമാനിക്കൂ, എന്തു വേണം? ശിമയോൻ, ഒരു യഹൂദനായ ശിമയോൻ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറയാണ്, പരിശുദ്ധാത്മാവ് ശിമയോനിലൂടെ പറയാണ്, സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണ് കണ്ടു കഴിഞ്ഞു, ഇനി എനിക്ക് മരിക്കാം. ഇതെന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. ഞാൻ ഉത്തരേന്ത്യയിലെല്ലാം സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ പറയാറുള്ളത്, യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. അങ്ങനെയാണ് അനേകം ഹിന്ദുക്കളും മുസ്ലിങ്ങളിലേക്കും എല്ലാം ഞാൻ സുവിശേഷം പ്രഘോഷിക്കാനിടയായത്. അവർക്ക് വളരെ സ്വാഗതാർഹമായ ഒരു സന്ദേശമായി. നമുക്കും പറയാം, ഞാൻ വിശ്വസിക്കുന്നു ഈശോയെ, യേശു ക്രിസ്തു പിതാവ് ആയ ദൈവം എല്ലാ മനുഷ്യരുടെയുമാണ്. നമ്മുടെ അയൽവാസികളിലും നമ്മുടെ നാട്ടിലും ഏതെങ്കിലും നാട്ടിൽ ക്രിസ്ത്യാനികൾക്കെതിരെ പീഡിപ്പിക്കുന്നവരായാൽ പോലും അവരെയും ദൈവം തന്നെയാണ് സൃഷ്ടിച്ചതെന്നും അവരെയും പിതാവ് ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും ഒരുപോലെ സൂര്യൻ ഉദിപ്പിക്കുന്നു എന്ന് കൊണ്ടുവന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വീണ്ടും
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു, ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ, ആമേൻ, ആമേൻ. നമുക്കിപ്പോൾ ഇവിടെ നിർത്തേണ്ടി വരികയാണ്. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി, നമ്മുടെ അഭിഷേകത്തിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി. നമുക്ക് നന്ദി പറയാം. നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം.